നമസ്കാരം. ഛത്തീസ്ഗഡിൽ മാധ്യമപ്രവർത്തകന്റെ കൊലപാതകം രാജ്യത്തെ നടക്കുന്ന സംഭവമായി മാറുകയാണ്. മുകേഷ് ചന്ദ്രാകർ എന്ന മാധ്യമപ്രവർത്തകനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മുകേഷ് ചന്ദ്രാകറിനെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ശരീരത്തിന്റെ പല ഭാഗത്തും ഗുരുതര ഒടിവുകളും ആന്തരിക അവയവങ്ങളിൽ വരെ മുറിവുകൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുകേഷിന്റെ കഴുത്ത് ഒടിഞ്ഞതായും തലയോട്ടിയിൽ മാത്രം 15 മുറിവുകൾ ഉള്ളതായും കണ്ടെത്തി. മുകേഷിന്റെ ഹൃദയം കീറി മുറിച്ചതായും കരൾ 4 കഷ്ണമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. വാരിയെല്ലുകളിൽ മാത്രം 5 ഒടിവുകളാണുള്ളത്. പ്രദേശത്തെ പ്രധാന കരാറുകാരനായ സുരേഷ് ചന്ദ്രാകറിന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്കിലാണ് മുകേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവന്നതിന്റെ പകയാണ് മാധ്യമപ്രവർത്തകനായ മുകേഷ് ചന്ദ്രാകറിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് റിപ്പോർട്ട്. മുകേഷ് നിരന്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നയാളായിരുന്നു. ജനുവരി 1 മുതലാണ് മുകേഷിനെ കാണാതായത്. മുകേഷിന്റെ അവസാന മൊബൈൽ ലൊക്കേഷൻ സുരേഷിന്റെ വീടിനടുത്തായതാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത്. പരിശോധനയ്ക്കിടെ പുതുതായി കോൺക്രീറ്റ് ഉപയോഗിച്ച് മൂടിയ നിലയിൽ ഒരു സെപ്റ്റിക് ടാങ്ക് പോലീസ് കണ്ടെത്തി. ഇതിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുകേഷിന്റെ അകന്ന ബന്ധു കൂടിയാണ് സുരേഷ് ചന്ദ്രകർ. ഹൈദരാബാദിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. മുകേഷിന്റെ മരണവിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഹൈദരാബാദിലെ തന്റെ ഡ്രൈവറുടെ വസതിയിലാണ് സുരേഷ് ഒളിവിൽ കഴിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം 200 CCTV ദൃശ്യങ്ങളും 300 മൊബൈൽ നമ്പറുകളുമാണ് പരിശോധിച്ചത്. നിലവിൽ സുരേഷിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ സുരേഷിന്റെ പേരിലുള്ള 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അനധികൃതമായി പണിത നിർമ്മിതി പൊളിക്കുകയും ചെയ്തിരുന്നു. സുരേഷിന്റെ ഭാര്യയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുതുവത്സര ദിനത്തിൽ ബിജാപൂരിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോഴായിരുന്നു മുകേഷിനെ അവസാനമായി കണ്ടത്. മുകേഷ് തിരികെ എത്താതായതോടെ സഹോദരൻ യുഗേഷ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്ത ചത്തൻപര ബസ്തിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്.